ഉള്ള പൈസയൊക്കെ അവനെങ്ങനെ തോന്നിയ പോലെ ചിലവാക്കിയാൽ അതെങ്ങനെ ശരിയാവുന്നത്? ഡാഡി, ആരെങ്കിലും പറഞ്ഞ പ്രകാശേട്ടൻ കേൾക്കണ്ടേ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൻ എവിടെയെങ്കിലും ഒരു പാകപ്പിഴ വരികയാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നീയല്ലേ? പൂമംഗലത്തേക്ക് തിരിച്ചു പോകണമെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാ, എന്നിട്ട് നീ കേട്ടോ? ഡാഡി, എനിക്ക് അങ്ങോട്ട് പോകുന്നത് ഇഷ്ടമല്ല. ഡാഡി ഇതുപോലെ നിർബന്ധിച്ചോണ്ടല്ലേ ആ ഇന്ദുവിന്റെ കല്യാണത്തിന് ഞാൻ പോയത്. അന്ന് പ്രകാശേട്ടനും മറ്റുള്ളവരൊക്കെ എന്നെ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്തു എന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞതല്ലേ. പിന്നെ ഞാൻ പൂമംഗലത്തേക്ക് പോവാത്തതിനെ പറ്റി ഡാഡി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. മോളെ, ഒരു ജീവിതമാകുമ്പോ ഇങ്ങനെ പലതും ഉണ്ടാകും. ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. പ്രകാശനുള്ള ദേഷ്യം കൊണ്ട് നീ അങ്ങോട്ട് പോകാതിരുന്നാൽ ആർക്കതിന്റെ നഷ്ടം? നീ എത്രയും വേഗം പൂമംഗലത്തേക്ക് പോകണം. നീ അവിടെ ഉണ്ടെങ്കിലേ പ്രകാശനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റൂ. ഡാഡി, ഞാൻ അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പ്രകാശേട്ടന്റെ സ്വഭാവം ഡാഡിക്ക് അറിയാഞ്ഞിട്ടാ. ചിന്നുവിനെ രക്ഷിക്കാൻ വേണ്ടി പ്രകാശേട്ടൻ എന്തും ചെയ്യും. ഞാൻ തടയാൻ നോക്കിയാലൊന്നും പ്രകാശേട്ടൻ കേൾക്കില്ല, അത് ഉറപ്പാ. മോളെ, പ്രകാശന്റെ അക്കൗണ്ടിൽ ഏകദേശം എത്ര രൂപയുണ്ടാകും? പ്രകാശേട്ടൻ എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ ഞാൻ അതേക്കുറിച്ചൊക്കെ അറിയുന്നേ? എടീ, മിടുക്കുള്ള ഭാര്യമാർക്ക് ഇതൊന്നും അറിയാൻ അത്ര പ്രയാസമില്ല. ഡാഡി ഇപ്പൊ എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തും. പ്രകാശന് തരക്കേടില്ലാത്ത പ്രാക്ടീസ് ഉണ്ട്. പിന്നെ അനാവശ്യമായ കാര്യങ്ങൾക്കൊന്നും അവൻ പണം ഇതുവരെ ചെലവഴിച്ചിട്ടുമില്ല. അപ്പോ തരക്കേടില്ലാത്ത ഒരു എമൗണ്ട് അവന്റെ അക്കൗണ്ടിൽ കാണും. ആ അല്ല മോളെ, അവൻ ആരുടെ പേരിലെ ഈ പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു അറിയോ? ഇല്ല ഡാഡി, അതെനിക്കറിയില്ല. പിന്നെ ഒന്ന് രണ്ട് വട്ടം ചില പേപ്പേഴ്സ് ഒക്കെ എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. എന്നാലും സൂക്ഷിക്കണം. അത് ജോയിന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ പണമെടുക്കാൻ നിന്റെ പെർമിഷൻ ഒന്നും വേണ്ട. അതല്ല, അക്കൗണ്ട് നിന്റെ പേരിൽ മാത്രമാണെങ്കിൽ തൽക്കാലം രക്ഷപ്പെട്ടു. പ്രകാശേട്ടൻ എന്റെ പേർക്ക് മാത്രമായിട്ട് അക്കൗണ്ട് തുടങ്ങൂ? അങ്ങനെ പ്രകാശേട്ടൻ ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല ഡാഡി. ഡാഡി പറയുന്നത് കേൾക്കുമോളെ. നാളെ രാവിലെ തന്നെ നീ പൂമംഗലത്തേക്ക് പോണം. ഇനിയും താമസിപ്പിച്ചാൽ അത് ശരിയാവില്ല. ഞാൻ പോവാൻ ഡാഡി. പക്ഷെ ഞാൻ പ്രകാശേട്ടൻ എങ്ങനെ തടയും? അതെനിക്ക് ഡാഡി പറഞ്ഞതാ. മോളെ, എല്ലാ അച്ഛനമ്മമാർക്കും സ്വന്തം മക്കൾ എന്നും പ്രിയപ്പെട്ടവര് തന്നെയാ. പ്രകാശന് നിന്നോട് സ്നേഹമില്ലെങ്കിലും സ്വന്തം മോനോട് സ്നേഹമില്ലാതിരിക്കോ? ഡാഡി. അതേ മോളെ, ചന്തുവിനെ വെച്ചാ നീ ഇനി കളിക്കേണ്ടത്. എങ്കിലേ പ്രകാശനെ നിനക്ക് തടയാൻ പറ്റൂ. നിനക്കതിന് കഴിയും. നീ നാളെ ധൈര്യമായിട്ട് പൂമംഗലത്തേക്ക് ചെല്ല്. അമ്മായി. ഇന്ദുവോ, നീ എന്താ മോൾ ഇത്ര രാവിലെ? വീട്ടിൽ വല്ല വഴക്കുണ്ടായോ? ഞാൻ ചിന്നുവിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാനാ വന്നത്. അവർക്ക് കൊടുക്കേണ്ട പൈസയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോന്ന് അറിയാൻ വിനയേട്ടനെ എന്നെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ കാര്യങ്ങളൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? വിനയേട്ടൻ തന്നെ എന്നോട് പറഞ്ഞത്. വിനയേട്ടൻ വിളിച്ചിരുന്നില്ലേ? വിനയൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നോ? എന്നിട്ട് ആരുമായിട്ട് സംസാരിച്ചത്? ആ, ശരത്തേട്ടനും അനുചേച്ചിയായിരിക്കും. എന്നിട്ട് വിനയം വിളിച്ച കാര്യം എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. വിനയേട്ടൻ എന്നോട് പറഞ്ഞത് അവർക്ക് കൊടുക്കേണ്ട പണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോന്ന് അറിഞ്ഞു വരാനാ. അല്ല, അനുചേച്ചി എവിടെ അമ്മായി? അവൾ അവളുടെ മുറിയിലുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. ആ അനു കാണിച്ചു വെച്ചിരിക്കുന്ന പണി കണ്ടോ ഏട്ടത്തി? ചിന്നുവിനെ രക്ഷപ്പെടുത്താനുള്ള പണത്തിന് വേണ്ടി അവളിപ്പോ എല്ലാരോടും പിച്ച തണ്ടുക. ആ വിനയനെ വിളിച്ചും കാശ് ചോദിച്ചു കാണും. ഈ കുടുംബത്തിനൊരു സൽപ്പേരുണ്ട്. ഇങ്ങനെ എല്ലാവരോടും പണത്തിന് യാചിച്ച് ആ വില നശിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അനുചേച്ചി, ഇന്ദു, നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ഇന്ദു. എനിക്ക് അത്യാവശ്യമായി കുറച്ച് പണം വേണം. കടമായിട്ട് തന്നാ മതി. എന്നെ വിശ്വസിക്കുന്നു. എന്റെ സ്ഥാനത്ത് ലക്ഷ്മി എടുത്തിയായിരുന്നെങ്കിൽ, അവരാണ് പണം ചോദിച്ചിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും നീ പണം കൊടുക്കില്ലായിരുന്നോ? നീ അങ്ങനെ വിചാരിക്കുന്നു. ലക്ഷ്മി എടുത്തിക്ക് വേണ്ടിയാ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ഇതുവരെയും ഹീര ചോദിച്ച പണം അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ത് ചെയ്യണോന്ന്
എനിക്ക് അറിയില്ല എന്തു. അനു, എന്തൊക്കെയാ നീ പറയുന്നേ? ഇന്ദു എവിടുന്ന് പണം തരാനാ? അത് ആലോചിച്ചിട്ടാണോ നീ പണം ചോദിക്കുന്നത്? കാർത്തിക്കിനോട് സംസാരിച്ചിട്ട് ഇന്ദുവിന്റെ ഓർണമെന്റ്സ് പണയം വെക്കാൻ പറ്റിയ? വേണ്ട, അതൊന്നും വേണ്ട. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കില്ലേ? ശരത്തേട്ടാ, എന്തിനാ അനുചേച്ചിയെ വഴക്ക് പറയുന്നേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോ ഏകദേശം എത്ര രൂപയോളം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഒരുപാടൊന്നുമില്ല. ഒരു 6-7 ലക്ഷം രൂപ വരെ ശരിയായിട്ടുണ്ട്. പക്ഷെ അത് പോരല്ലോ, ഇനിയും വേണ്ടേ? അച്ഛനെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞു. ശരത്തേട്ടനും പ്രകാശേട്ടനും കൂടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നാ പോലും കൊടുക്കേണ്ട പണത്തിന്റെ പകുതി പോലും ആയിട്ടില്ല. ഇനിയും വേണം പണം. അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്തു. അനു, നീ ഒന്ന് സമാധാനപ്പെട്. എന്തെങ്കിലും വഴി നോക്കാന്ന് പ്രകാശേട്ടൻ പറഞ്ഞിട്ടില്ലേ? അനുചേച്ചി വിഷമിക്കാതെ. അവര് ചോദിച്ച പണം നമുക്ക് കൊടുക്കാൻ പറ്റും. പണം കൊടുക്കേണ്ട സമയം എപ്പോഴാണെന്ന് വല്ലതും അവര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പിന്നെ അവര് ഫോൺ ചെയ്തിട്ടില്ല. ഒരു കണക്കിനൊരു സമാധാനമുണ്ട്. പൈസ അറേഞ്ച് ചെയ്യാൻ കുറച്ച് സമയം കിട്ടുമല്ലോ. അല്ലായിരുന്നെങ്കിൽ ഹീര തന്നെ ആയിരിക്കും വിളിക്കുന്നത്. അതെ, അവര് തന്നെ ആയിരിക്കും.